നാം നേരത്തെ വായിച്ചുകൊണ്ടിരുന്ന ഹുസ്നുൽ മഖ്സദ് ഫി അമലിൽ മൗലിദ് എന്ന ഗ്രന്ഥത്തിൽ ഇമാം ഫാഖിഹാനി റഹിമഹുല്ലാഹുവിന് മറുപടിയായി ഇമാം സുയൂത്തി റഹിമഹുല്ലാ വിവരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഒന്ന് വിശദീകരിക്കാം. ഇമാം സുയൂത്തി റഹിമഹുല്ലാഹു ഫാഖിഹാനി ഇമാമിന്റെ വാദങ്ങൾക്ക് ഹർഫൻ അക്ഷരം പ്രതി മറുപടി പറയുന്നതായതുകൊണ്ട് ഈ മറുപടി അല്പം നീളും. അതേ മാർഗം സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇമാം സുയൂത്തി റഹിമഹുല്ലാഹുവിന്റെ അവതരണങ്ങളെയും ഹർഫൻ പിന്തുടരാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് സാധാരണക്കാരായ ആളുകളോട് ഞാൻ ഉണർത്തുന്നത് ബിദ്അത്ത് എന്നത് വളരെ ഗൗരവമേറിയ വിഷയമാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹ്ശറയിൽ നടക്കുന്ന ഒരു സംഭവം നമുക്ക് വിവരിച്ചു തന്നതിൽ ഹൗദിന്റെ അടുക്കൽ ഞാൻ എന്റെ ഉമ്മത്തിനെ കാത്തു നിൽക്കുന്ന സമയത്ത് എനിക്ക് പരിചയമുള്ള അഥവാ എന്റെ ഉമ്മത്തിൽപ്പെട്ടതാണെന്ന് എനിക്ക് കാഴ്ചയിൽ തന്നെ മനസ്സിലാകുന്ന ഒരു വിഭാഗം ആളുകൾ ഹൗദിന്റെ അടുക്കൽ വരുമ്പോൾ അവിടെ നിന്ന് ആട്ടപ്പെടുമെന്നും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം പുതുതായി ഉണ്ടാക്കിയ പല കാര്യങ്ങളും കൊണ്ടു നടന്നവരാണ് എന്നും പറഞ്ഞുകൊണ്ട് ഹൗദിന്റെ അടുക്കൽ നിന്ന് ആട്ടപ്പെടുന്ന ഒരു വിഭാഗത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ വിഭാഗത്തിൽ പെടാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ പൂർവകാല പണ്ഡിതന്മാർ ബിദ്അത്താണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ എന്തൊക്കെ വിഷയങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം വിട്ടു നിന്നുകൊണ്ട് നമുക്ക് സുന്നത്താണെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ ധാരാളം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടു നടക്കാനുണ്ട്. എല്ലാ ദിവസവും സുബഹി ബാങ്ക് കൊടുക്കുന്നതിന്റെ അല്പം മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുക, പരിശുദ്ധ ഖുർആൻ ഓതുക, സമയം കിട്ടുമ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുക, രാവിലെയും വൈകിട്ടും ചൊല്ലാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ച ദിക്റുകൾ നമ്മുടെ ജീവിതത്തിലുടനീളം പതിവാക്കുക തുടങ്ങിയ ലോകത്തെ ഒരു പണ്ഡിതന്മാർക്കും തർക്കമില്ലാത്ത സുന്നത്തായ കാര്യങ്ങളും അതുപോലെ ഫർളായ കാര്യങ്ങളും ജീവിതത്തിൽ പകർത്തി അള്ളാഹുവിന്റെ കോടതിയിൽ എത്തുമ്പോൾ കുടുങ്ങുന്ന ഒരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി ഉണർത്തുന്നു. ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു മാളത്തിൽ ഒരു വിഷപ്പാമ്പ് ഉണ്ട് എന്ന് ഒരാളും അല്ല അതിലുള്ളത് വിഷമില്ലാത്ത ഒരു പാമ്പാണ് എന്ന് മറ്റൊരാളും നമ്മളോട് പറഞ്ഞാൽ ജീവനിൽ കൊതിയുള്ള മരണത്തെ പേടിയുള്ള ആരെങ്കിലും ആ മാളത്തിൽ കൈയിട്ട് ഒന്ന് നോക്കട്ടെ എന്ന് ചിന്തിക്കുമോ? ഇത് വിഷപ്പാമ്പാണെങ്കിലും അല്ലാത്ത പാമ്പാണെങ്കിലും ഞാൻ എന്തിന് ആ മാളത്തിൽ കൈയിട്ട് എന്റെ ജീവൻ നഷ്ടപ്പെടുത്തണം? അഥവാ അത് വിഷപ്പാമ്പാണെങ്കിൽ ഞാൻ എന്റെ ജീവിതം തുലച്ചു കളയേണ്ട ആവശ്യമില്ലല്ലോ. ഏത് തന്നെയാണെങ്കിലും ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല എന്നാണ് ബുദ്ധിയുള്ള ആളുകൾ ചിന്തിക്കുക. അതുപോലെ ബിദ്അത്താണെന്ന് പണ്ഡിത ലോകത്ത് അഭിപ്രായമുള്ള വിഷയങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തി സുരക്ഷിതമായ മാർഗം സ്വീകരിക്കുക എന്നതാണ് സാധാരണക്കാരായ ആളുകളോട് എനിക്ക് ആദ്യമായി ഉണർത്താനുള്ളത്. അള്ളാഹു നമുക്ക് സൽ വഴിയിലൂടെ സഞ്ചരിച്ച് മഹാന്മാരായ സഹാബത്തുൽ കിറാമും താബിഈങ്ങളും അഇമ്മത്ത് മുജ്തഹിദുമൊക്കെ ജീവിച്ചതുപോലെ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് അവർ കടക്കുന്ന സ്വർഗത്തിൽ കടക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ആദ്യമായി ദുആ ചെയ്യുന്നു. ഇനി നമുക്ക് ഇമാം സുയൂത്തി റഹിമഹുല്ലാഹുവിന്റെ മറുപടികൾ വിവരിക്കാം. ഇമാം ഫാഖിഹാനി റഹിമഹുല്ലാ ഈ മൗലിദാഘോഷത്തിന് പരിശുദ്ധ ഖുർആനിലോ ഹദീസിലോ ഒരു അടിസ്ഥാനവും എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ യുഖാലു അലൈഹി, അതിന് മറുപടിയായി ഞാൻ പറയുന്നത് നഫ്യുൽ ഇൽമി ലാ യസ്തൽസിമു മിൻഹു നഫ്യുൽ വുജൂദി, ഒരാള് അറിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ആ കാര്യം ഇല്ലാതായിക്കൊള്ളണം എന്നില്ലല്ലോ. ഉദാഹരണത്തിന് എനിക്ക് അമേരിക്ക ഉണ്ടെന്ന് അറിയില്ല എന്ന് പറഞ്ഞത് കൊണ്ട് അമേരിക്ക ഇല്ലാതിരിക്കൂലല്ലോ. അപ്പോൾ ഒരാൾക്ക് അറിയില്ല എന്നതുകൊണ്ട് ഒരു കാര്യം ഇല്ല എന്ന് വന്നുകൊള്ളണം എന്നില്ല. പക്ഷേ ഉണ്ടെന്ന് ആരെങ്കിലും രേഖാമൂലം തെളിയിച്ചാൽ മാത്രമേ ഉണ്ടെന്ന് വിശ്വസിക്കേണ്ട ആവശ്യം നമുക്കുള്ളൂ എന്നത് മുഅ്മിനീങ്ങളായ ആളുകൾ ചിന്തിക്കുക. അത് ഉണ്ട് എന്ന് എങ്ങനെ ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് സ്ഥാപിക്കുന്നു എന്നത് നമുക്ക് പിന്നീട് കാണാം. അതിനായി ബഹുമാനപ്പെട്ടവർ കൊണ്ടുവരുന്ന ഒന്നാമത്തെ തെളിവ് വഖദ് ഇസ്തഖ്റജ ലഹു ഇമാമുൽ ഹുഫാദ് അബുൽ ഫദ്ൽ ഇബ്നു ഹജർ അസ്ലം മിന സുന്നത്തി, മൗലിദിന് ഒരു അടിസ്ഥാനമുണ്ട് എന്നതിനെ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഒരു ഹദീസിനെ വിവരിച്ചിട്ടുണ്ട്. വസ്തഖ്റജതു ലഹു അന അസ്ലം താനിയൻ, അതിന് മറ്റൊരു അടിസ്ഥാനം ഞാനും കണ്ടുപിടിച്ചിട്ടുണ്ട്. വസയതി ദിക്റുഹ ബഅദ ഹാദാ, ആ ഹദീസുകൾ നാം ഇൻഷാ അല്ലാഹ് പിന്നീട് കൊണ്ടുവരുമെന്നാണ് ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് പറയുന്നത്. അപ്പോൾ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഈ മൗലിദാഘോഷത്തിന് ഒരു തെളിവ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇസ്തഖ്റജ, ഔറദ എന്നല്ല കൊണ്ട് പറഞ്ഞത്, ഇസ്തഖ്റജ. അപ്പോൾ ഇസ്തിഖ്റാജ് ചെയ്തു കൊണ്ടുവരുന്ന ഒരു തെളിവ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ്
ഇമാം സുയൂത്ത് റഹിമുല്ല പറയുന്നത്. മൗലിദാഘോഷം നടത്തുന്ന ആളുകൾ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹു പല തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങളെ മുഴുവൻ ഏറ്റവും ചുരുങ്ങിയത് ഈ മൗലികതാഘോഷം നടത്തുന്ന സമയത്തെങ്കിലും പരിഗണിക്കുന്നുണ്ടോ എന്നത് നാം ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഇമാം ബുഖാരി റഹിമഹുല്ല കിതാബു തഫാസീരിൽ സൂറത്തുൽ ഖസസിലെ മാ കാന ലിന്നബിയ്യി വല്ലദീന ആമനു അൻ യസ്തഗ്ഫിറൂ ലിൽ മുശ്രിക്കീന എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹു വിവരിക്കുന്ന കാര്യം ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നു. അത് വിശദീകരിക്കുക എന്നത് എന്റെ ലക്ഷ്യം അല്ല. അത് പൊതുസമൂഹത്തിന് മുമ്പിൽ വിശദീകരിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. മുതഅല്ലിമീങ്ങൾ ഈ ഭാഗം നല്ലോണം വായിച്ച് ഉസ്താദുമാരുടെ അടുക്കൽ പോയി കാര്യങ്ങൾ മനസ്സിലാക്കുക. അത്രമാത്രമേ ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളൂ. പക്ഷേ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹുവിന്റെ വ്യാഖ്യാനത്തെ മറപിടിച്ചുകൊണ്ട് മൗലിദാഘോഷം നടത്തുന്ന ആളുകൾ ആ സമയത്തെങ്കിലും ഈ സമർത്ഥിക്കപ്പെട്ട വിഷയം പരിഗണിക്കുന്നുണ്ടോ എന്നത് മൗലിദ് നടത്തുന്ന മുഴുവൻ ആളുകളും ചിന്തിച്ചു നോക്കുക. അപ്പോൾ പണ്ഡിതന്മാരായ ആളുകൾ പറയുന്നത് എല്ലാം സ്വീകരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞതും സ്വീകരിച്ച് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മുടെ കർമ്മങ്ങളൊക്കെ നടത്തുന്നത്. പക്ഷേ തങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ സ്വീകരിക്കുക, തങ്ങൾക്ക് വേണ്ടാത്തതൊക്കെ തള്ളിക്കളയുക എന്ന തോന്നിയതുപോലെ ജീവിക്കുന്ന തോന്നിവാസം എന്ന് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അതാണ് ഇന്ന് പല ആളുകളും പണ്ഡിതന്മാരുടെ ഉദ്ധരണിയുടെ മറപിടിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കുക. മുതഅല്ലിമീങ്ങൾ ഈ ഭാഗം പ്രത്യേകം ഉസ്താദുമാരുടെ അടുക്കൽ പോയി വിശദീകരണം ആവശ്യപ്പെടുക. അപ്പോൾ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹു തെളിവ് വിവരിച്ചിട്ടുണ്ട് എന്നാണ് ആദ്യമായി ഇമാം സുയൂത്തി റഹിമഹുല്ലാഹു നമുക്ക് വിവരിച്ചു തരുന്നത്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹു എന്ത് പറഞ്ഞാലും ഞങ്ങളത് സ്വീകരിക്കും എന്ന് പറയുന്ന ആളുകൾ ഇവ രണ്ടും സ്വീകരിക്കുക, അത് ജനങ്ങളോട് തുറന്നു പറയുകയും ചെയ്യുക എന്നതാണ് നമുക്ക് ആദ്യമായി ഉണർത്താനുള്ളത്. അല്ലെങ്കിൽ അയിമത്ത് മുജ്തഹിദുകൾ ഉൾപ്പെടെയുള്ള പൂർവ്വകാല പണ്ഡിതന്മാർ അംഗീകരിച്ചതും അവർ മനസ്സിലാക്കിയതും മാത്രം സ്വീകരിക്കുക എന്ന നിലക്കാണ് നാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹുവിനെ പരിഗണിക്കുന്നത് എങ്കിൽ 4 മുജ്തഹിദുകളായ ഇമാമുകൾ സഹാബത്തുൽ കിറാം ഉൾപ്പെടെയുള്ള ആളുകൾക്കൊന്നും ഈ ഹദീസുകൾ കണ്ടിട്ട് മനസ്സിലാകാത്ത കാര്യം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹുവിനെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നാം അതും കൂടി മാറ്റി നിർത്തപ്പെടേണ്ട കൂട്ടത്തിൽ ഉൾപ്പെടുത്തുക എന്നതാണ് ആദ്യമായി നമുക്ക് പറയാനുള്ളത്. രണ്ടാമതായി ഇമാം സുയൂത്തി റഹിമഹുല്ലാഹു ഉദ്ധരിച്ച മറ്റൊരു തെളിവ് എന്താണെന്ന് അപ്പോൾ നമുക്ക് പരിശോധിക്കാം.